ഓഫ് പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പൊ ഇൻഫിക്സ്ഡും പോസ്റ്റ് ഫിക്സ് ചോദിക്കാം, ഇവാലുവേഷനും ചോദിക്കാം. ഇവാലുവേഷൻ കുറച്ചും കൂടി എളുപ്പമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ തന്നിരിക്കുന്നത് പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ പോലെ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ പെർഫോം ചെയ്യാം. അപ്പൊ സ്റ്റാക്ക് അതുകൊണ്ടാണ് സ്റ്റാക്കിന്റെ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത് എപ്പോഴും അറിഞ്ഞിരിക്കുക കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യാം, ഫസ്റ്റ് വൺ 7 ആണ്. അപ്പൊ 7 സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അടുത്തത് ഓപ്പറന്റ് ആണ്. അപ്പൊ അതും വെറുതെ സ്റ്റാക്കിലേക്ക് എടുത്തു വെക്കാം. ഓപ്പറേറ്റർ കാണുന്നത് വരെ എല്ലാം എടുത്തു വെക്കാം. ഓപ്പറൻസ് ആണെങ്കിൽ എടുത്ത് സ്റ്റാക്കിലേക്ക് വെച്ചാൽ മതി. 3 കാണുമ്പോൾ 3യും സ്റ്റാക്കിലേക്ക് എടുത്തു വെച്ചു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 by 1 ആയിട്ട് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യണ പോലെ മോളിലേക്ക് വെച്ചു പോവുക എലമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണുകയാണ് എന്ത്, പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്റർ, ഒരു ഓപ്പറേറ്റർ വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു പോപ്പ്. പോപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഡിലീഷൻ ആണ്. ഒരു ഓപ്പറേറ്റർ കാണുമ്പോൾ പോപ്പ് ചെയ്യുന്നത് 2 പ്രാവശ്യം പോപ്പ് ചെയ്യണം. അത് ഒരു ഓപ്പറേറ്റർ വരുമ്പോൾ 2 ഡാറ്റ പോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡാറ്റ പോപ്പ് ചെയ്യുമ്പോൾ എന്താ കിട്ടാം, 3 ആണ് കിട്ടുക. ഇതിന്ന് ഡിലീറ്റ് ചെയ്താൽ എന്താ കിട്ടാം, 3 ആണ് കിട്ടുക. അത് ഞാൻ എക്സിൽ വെച്ചു. നെക്സ്റ്റ് വീണ്ടും ഡിലീറ്റ് ചെയ്താൽ എന്താ കിട്ടാം, 9 ആണ് കിട്ടുക. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വൈ ഓപ്പറേറ്റർ എക്സ് ഇത് വേണം കമ്പ്യൂട്ട് ചെയ്യാൻ. ആദ്യം പോപ്പ് ചെയ്യണത് എക്സിലേക്ക് എടുത്ത് വെക്കുക, രണ്ടാമത് പോപ്പ് ചെയ്യണത് വൈയിലേക്ക് എടുത്ത് വെക്കുക. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വൈ ഓപ്പറേറ്റർ എക്സ് ചെയ്യാം. ഇത് തിരിച്ചു ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് മാറും. ഓക്കെ, അപ്പൊ വൈ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 9, നമ്മുടെ ഓപ്പറേറ്റർ പ്ലസ് ആണ്. നമുക്ക് എത്ര കിട്ടുക, 12 ആണ് കിട്ടുക. അപ്പൊ കിട്ടിയ റിസൾട്ട് എന്താണോ അത് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. കിട്ടിയ റിസൾട്ട് നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ടോപ്പ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ 1 ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മുടെ 12 ഇൻസേർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യണത് ഏതാ, 4 ആണ്. ഓക്കെ, 4 റീഡ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യാം, 4 ഡയറക്ട്ലി ടോപ്പ് അപ്ഡേറ്റ് ചെയ്യാം, 4 സ്റ്റാക്കിലേക്ക് എടുത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിവിഷൻ ഓപ്പറേറ്റർ കണ്ടു. ഡിവിഷൻ ഓപ്പറേറ്റർ വരുമ്പോൾ എന്താ ചെയ്യാം, ഒരു ഓപ്പറേറ്റർ കാണുമ്പോൾ 2 പ്രാവശ്യം ഡിലീഷൻ പെർഫോം ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം, നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാക്കിനകത്ത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആദ്യം 4 ഡിലീറ്റഡ് ആവും, അത് എക്സിൽ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് 12 ഡിലീറ്റഡ് ആവും, അത് ഞാൻ വൈയിൽ സ്റ്റോർ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താണ്, വൈ ഓപ്പറേറ്റർ എക്സ് ചെയ്യാം. ഇവിടെ 12 ഡിവൈഡഡ് ബൈ 4 ആണ്, അത് ശ്രദ്ധിക്കാം. 4 by 12 ചെയ്താൽ തെറ്റിപ്പോയി. ഓക്കെ, എപ്പോഴും ആദ്യം പോപ്പ് ചെയ്യേണ്ടത് എക്സിലേക്ക് വെക്കുക, രണ്ടാമത് പോപ്പ് ചെയ്യേണ്ടത് വൈയിലേക്ക് വെക്കുക, ഈ ഓപ്പറേറ്റർ എക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 3 ആണ് കിട്ടുക. ആ കിട്ടിയ റിസൾട്ട് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യണം. ഞാൻ സ്റ്റാക്ക് ഒന്ന് പുതിയതായിട്ട് വരയ്ക്കാം. 7 ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത 3 നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്, അപ്പൊ ഡിവിഷൻ നമ്മൾ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ വീണ്ടും എന്തായിരിക്കും, ഇതിനകത്ത് ആദ്യത്തെ ഡിലീറ്റ് ചെയ്യുമ്പോൾ 3 വരും, രണ്ടാമത്തെ ഡിലീറ്റ് ചെയ്യുമ്പോൾ 7 വരും. 7 into 3 എന്ന് പറഞ്ഞാൽ 21. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സാക്ട്ലി ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. റിസൾട്ടും നിങ്ങൾക്ക് തന്നെ അപ്പൊ തന്നെ ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇതാണ് റിസൾട്ട് എന്നാണ്, കൺഫ്യൂഷൻ ഇല്ലാണ്ട്. സോ ഇവാലുവേഷൻ അതിന്റെ അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്, വായിച്ചു നോക്കിയാൽ മതി. ഒന്നുമില്ല, സിമ്പിൾ ഓപ്പറന്റ് ആണ് കാണുന്നതെങ്കിൽ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പോവാ. ഓപ്പറേറ്റർ ആണെങ്കിൽ 2 പ്രാവശ്യം പോപ്പ് ചെയ്യാം, അപ്പൊ എക്സും വൈയും കിട്ടും. കാൽക്കുലേറ്റ് വൈ ഓപ്പറേറ്റർ എക്സ്, ദെൻ പുഷ് ദ റിസൾട്ട്. അങ്ങനെ ചെയ്ത് പോവാം. സ്റ്റാക്ക് എംപ്റ്റി ആവണ വരെ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് 21 വരുമ്പോൾ എന്തായിരിക്കും, 21 ആണ് സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്യുക. അതുകൂടി പോപ്പ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് 21 ആയി. ക്ലിയർ?